ചുരുങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു. അങ്ങനെ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ചില പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. നടു റോഡിൽ വെച്ച് പോലീസാണോ പട്ടാളമൊന്നും അവർ നോക്കൂല. കാരണം ഒരെണ്ണത്തിന് ബോധമുണ്ടോ, എന്ത് സാധനമാണ് ഒരു വായിൽ കൂടെ അല്ലെങ്കിൽ ഞരമ്പിലൂടെ അകത്താക്കിയിരിക്കുന്നുള്ളത് അവർക്കറിയില്ല. അത് കൊടുത്തവർക്ക് മാത്രമേ അറിയുള്ളൂ. നമസ്കാരം, ഞാൻ ജെയിംസ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഒരു പോത്തിന് മുകളിലേക്ക് ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടെ ബൈക്ക് ഓടിച്ചു വന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ആ പോത്തിന് മുകളിലേക്ക് കയറി. തൽക്ഷണം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആ പയ്യൻ മരണപ്പെട്ടു. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ കരയ്ക്ക് രാത്രി 12 മണിക്ക് ശേഷം പുലർച്ചെ 3 മണി 4 മണി വരെ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ ഞാൻ കാണിച്ചോട് കൂടിയിട്ട് ഒരുപാട് കോളുകൾ വന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്. ഒരു 18-20 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ അവൻ്റെ തൊട്ടടുത്തുകൊണ്ട് എൻ്റെ ചെവി വന്നുകൊണ്ട് ചേട്ടനുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവുക. പിടിച്ചു പിടിയാൻ അവരുടെ കൈക്ക് പിടിക്കാൻ അവിടെ നിർത്തി. പിന്നെ നടന്ന സംഭവം ഈ ടീഷർട്ട് നൂരിയിട്ട് പറയാം. ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ ചേട്ടനെ മനസ്സിലായി എന്നുള്ളതാണ് ആ പയ്യൻ പറയുന്നത്. അതുകൊണ്ട് ടീഷർട്ട് മാറ്റി ഷർട്ട് ഇട്ടേക്കാം. ഈ വിഷയം നടക്കുന്ന കുറച്ച് നാളുകൾക്ക് മുൻപ് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സൈഡിലാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പയ്യൻ തൽക്ഷണം അവിടെ വെച്ച് അവൻ മരണപ്പെടുകയാണ്. ഈ വാർത്ത നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ 3 മണി 4 മണി 5 മണി ആ ഒരു സമയത്ത് നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചിരുന്നു. പ്രായപൂർത്തിയാവാത്ത 18 വയസ്സ് പോലും തികയാത്ത കൊച്ചു പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഇവരെല്ലാവരോട് കൂടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. അമ്മാതിരിയുടെ തോന്നിവാസങ്ങളാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ കണ്ട കാഴ്ചകൾ പ്രദേശവാസികൾ എല്ലാവരും ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ അവർ പറയുകയാണ്. പുലർച്ചെ 5:30 മണി 6 മണി സമയത്ത് 2 പെൺകുട്ടികൾ അർദ്ധനഗ്നരായി, അതിൽ ഒരു പെൺകുട്ടി ഓൾമോസ്റ്റ് പൂർണ്ണ നഗ്നയായിട്ട് അവിടെ റോഡിന്റെ സൈഡിൽ 6 മണി സമയത്ത് ഈ റോഡിന്റെ സൈഡിൽ മയിൽക്കുറ്റികളൊക്കെ ഉണ്ട്. ഒരു ഷോള്, അതിന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ചേർത്ത് കിടക്കുന്നുണ്ട്. അവിടെ ആ മയിൽക്കുറ്റിയോട് ചേർന്ന് കിടന്ന് ഉറങ്ങുകയാണ്. പ്രദേശവാസികൾ ഭയന്നു പോയി, ജീവൻ പോയി കിടക്കുകയാണെന്ന് അവർ വിചാരിച്ചു. വന്ന് തട്ടി വിളിച്ചപ്പോൾ ശ്വാസമുണ്ട്. തലേ ദിവസം കുത്തിക്കയറ്റിയ മരുന്നിന്റെ പവറിൽ ഈ 2 പെൺകുട്ടികളും ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. പുലർച്ചെ 6 മണി 6:30 മണിയോട് അടുക്കുന്ന സമയത്ത് എത്ര വലിയ ആപത്താണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട. കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ ആ കുഞ്ഞിന് നേരെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആ കുഞ്ഞ് ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുകയാണ്. ആ കുഞ്ഞ് പ്രസവിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരാണ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാണ് അതിന് ഉത്തരവാദി. നമ്മുടെ നാടിന്റെ ഈ പോക്കിത് എങ്ങോട്ടാണ്? ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവൻ തെറ്റുകാരൻ. അതെങ്ങനെ ശരിയാവും? 18 വയസ്സ് കഴിയുന്നതിന് മുമ്പുള്ള ഒരു പെൺകുട്ടി അവൾ അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പറയാണ്, എൻ്റെ ബോയ് ഫ്രണ്ടാണ് അവൻ, അവനോടൊപ്പം എനിക്കിന്ന് യാത്ര, എനിക്കിന്ന് പോകണം, എനിക്കിന്ന് നൈറ്റ് ലൈഫ് ആസ്വദിക്കണം. അവൾ ഇറങ്ങി പോവുകയാണ്. അവൾ ഇറങ്ങി പോകുമ്പോഴാണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. കൊച്ചിയിൽ നല്ല എവിടെയാണെങ്കിലും നൈറ്റ് ലൈഫ് ഒക്കെ വേണം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവർ രാത്രി 12 മണി കഴിഞ്ഞ് പുലർച്ചെ 6 മണി 7 മണി വരെ കണ്ട മരുന്നും കുത്തിക്കയറ്റി ഇവർ ചെയ്തു വെക്കുന്ന വിക്രിയകൾ ജോലിക്കാണ് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന ഈ കുട്ടികൾ കൊച്ചിയിൽ വന്ന് ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നുള്ളത് ഇവരുടെ പേരൻസ് അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. തീർച്ചയായിട്ടും പേരൻസ് ആയിട്ടുള്ളവർ അന്വേഷിക്കണം. ഞാൻ ഈ വാർത്ത ചെയ്യുന്ന പേരൻസിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ അവരെ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് അയക്കുകയാണ്. അവർ പഠിക്കുകയാണോ ഇവിടെ, അവരിവിടെ വന്ന് എന്താണ് ചെയ്യുന്നതെന്നുള്ള പേരൻസ് അന്വേഷിക്കണം. യാതൊരു തർക്കമില്ലാത്ത വിഷയമാണത്. പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ്. ഈ ആഘോഷമൊക്കെ ഗംഭീരമാക്കാൻ വേണ്ടി ഇവർ എന്ത് തരം മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് പേരൻസിന് വേണ്ടിയാണ്, പേരൻസിന് വേണ്ടി മാത്രം. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന കുട്ടികൾക്ക് തടസ്സമുണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഇത് ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് കൈ കാണിച്ച് നിർത്തി ചോദ്യം ചെയ്താൽ പോലീസുകാരെ ഇടിക്കും. അതാണ് ഇന്നത്തെ കുട്ടികൾ. പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. നടു റോഡിൽ വെച്ച് പോലീസാണോ പട്ടാളമൊന്നും അവർ നോക്കൂല. കാരണം ഒരെണ്ണത്തിന് ബോധമുണ്ടോ. പലപ്പോഴും ഇത്തരം അക്രമങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയില്ല അവർ എന്ത് മരുന്നാണ് കഴിച്ചിരിക്കുന്നത്, എന്ത് സാധനമാണ് ഒരു വായിൽ കൂടെ അല്ലെങ്കിൽ ഞരമ്പിലൂടെ അകത്താക്കിയിരിക്കുന്നത് അവർക്കറിയില്ല. അത് കൊടുത്തവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ത് തരം മരുന്നാണ് ഇവൻ കഴിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ക്യൂൻസ്വേയിലാണ്. പുലർച്ചെ 3:25 മണിക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് നിൽക്കുന്നത്. രാത്രി 11:30 മണിക്ക് ശേഷം തുടങ്ങിയ നൃത്തശില്പം ഇപ്പോഴിതാ പുലർച്ചെ 4:30 മണി പിന്നിടുകയാണ്. ഏകദേശം 6 മണിക്കൂർ കഴിയുകയാണ്. ആദ്യം തുടങ്ങിയതിലും ചൂടുപിടിക്കുകയാണ് നൃത്തശില്പം.
പുലർച്ചെ വരെ ഇങ്ങനെ തുടരുന്ന ഇവരുടെ ആഘോഷങ്ങൾ ഇത് കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് കിടന്നുറങ്ങുന്നത്? ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഇവരുടെ ഉറക്കം. ചുരുങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു. അങ്ങനെ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ചില പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. ആ ക്ലിനിക്കുകളിൽ രാവിലെ ചെന്ന് കയറിയാൽ വൈകിട്ട് 6 മണിയോടുകൂടി ഗർഭമലസിപ്പിച്ച് പുറത്തിറങ്ങി നടന്നു പോകാൻ സാധിക്കും എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. 8ലും 9ലും പഠിക്കുന്ന പെൺകുട്ടികൾ ഗർഭിണികളാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളികൾ കണ്ടതാണ്. ഇതിൽ വലിയ കൗതുകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരം പുലർന്നു വരുന്ന സമയം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ 2 ആൺകുട്ടികൾക്ക് നടുവിൽ ഒരു കൊച്ചു പെൺകുട്ടി. അവൾക്ക് കൂടി വന്നാൽ ഒരു 16 വയസ്സേ പ്രായം തോന്നുകയുള്ളൂ. ആ പെൺകുട്ടിയുടെ ശരീരത്താകമാനം അവന്മാരുടെ കൈകൾ ഓടി നടക്കുകയാണ്. പിന്നീട് എന്തൊക്കെയാണ് ഇവന്മാർ തുടർച്ചയായി ആ പെൺകുട്ടിയോട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വർണ്ണിക്കാനാവില്ല. കൊച്ചി ക്യൂൻസ്വേയിൽ രാത്രി 12 മണി കഴിഞ്ഞാൽ പുലർച്ചെ 6 മണി വരെയുള്ള സമയത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെ അക്രമവും തോന്നിവാസങ്ങളുമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പോലീസിന് കൃത്യമായി അറിയാം. പക്ഷേ പോലീസിന് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായും സിറ്റി പോലീസ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കുറച്ച് നാളുകൾക്ക് മുൻപുണ്ടായ അപകടം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്യജില്ലകളിൽ നിന്നും കൊച്ചിയിലെത്തി ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള വിചാരത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂടുന്ന വൈകൃതങ്ങൾ നടുക്കുന്നതാണ്. ആ 3 പേരും 4 പേരും പെൺകുട്ടികൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും ഹെൽമെറ്റ് ഇല്ല. വളരെ സ്പീഡിൽ വന്ന് ഇത് മിന്നൽ വേഗത്തിൽ വളഞ്ഞു പോവുകയാണ്. ഇത് വളവാണ് ഈ കാണുന്നത്. ഈ വളവിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് കൈമറിഞ്ഞു പോയാൽ സംഭവിക്കുന്ന അപകടം എത്ര വലുതാണെന്നുള്ളത് ആലോചിച്ചു. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കൂടെ പാസ് ചെയ്ത പയ്യൻ, അവന് ഹെൽമെറ്റ് ഇല്ല. അതുപോലെ ആ പെൺകുട്ടികളായിട്ട് പോയുള്ള ആ ബൈക്ക് 3 പെൺകുട്ടികളാണ് ഇരിക്കുന്നത്. ഒരുത്തൻ ബൈക്ക് ഓടിക്കുന്നു. ഈ 3 പെൺകുട്ടികൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. എത്ര വലിയ അപകടമാണ് കാത്തിരിക്കുന്നത് നോക്കിക്കോളൂ. ഇത് ചോദ്യം ചെയ്യാൻ പോലീസിനാവില്ല. പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനെ നടു റോഡിൽ പിടിച്ചു നിർത്തി അവരെ തുണിയുരിച്ചു വിടുന്ന രീതിയിൽ, അവരെ ആക്രമിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ഇത് ചോദ്യം ചെയ്യാൻ ആരാണ് വേണ്ടത്? പേരൻസ് വരണം. നൈറ്റ് ലൈഫ് ആസ്വദിക്കണം, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പേരൻസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു ബൈക്കും മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു കാറും മേടിച്ചു കൊടുത്ത് ഈ എറണാകുളം പോലൊരു പട്ടണത്തിലേക്ക് നിങ്ങളുടെ മക്കളെ വിടുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? ഇവിടെ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവർ പഠനം മാത്രമാണോ? വൈകിട്ട് സമയങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത്? ശനിയാഴ്ച കോളേജില്ല, ഞായറാഴ്ചയും അവധിയാണ്, തിങ്കളാഴ്ചയേ ഉള്ളൂ. ശനിയും ഞായറും വീട്ടിൽ വരാതെ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അന്വേഷിക്കാനുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ പേരൻസിന് തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഈ വാർത്ത മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഞങ്ങൾക്കൊരു തടസ്സമല്ല. വാർത്ത ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്ത് പ്രതിബന്ധം ഉണ്ടായാലും ഞങ്ങൾ വാർത്ത ചെയ്തിരിക്കും. ഇവിടെ പോലീസ് നിസ്സഹായരാണ്. ഞാൻ പോലീസുകാരോട് സംസാരിച്ചു. ഒരു പ്രായത്തിൽ മുതിർന്ന ASI ആണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, ഞാനെങ്ങാനും കൈ കാണിച്ച് നിർത്തി ഇവന്മാർ 3-4 ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ കുത്തിക്കയറ്റിയിട്ട് വരുന്നത് പറയാൻ പറ്റില്ല. അവന്മാർ തലയടിച്ച് പൊളിച്ചു കളയും. ഞാനാണെങ്കിൽ പെൻഷനോട് അടുത്ത സമയത്ത് എത്തി നിൽക്കുകയാണ്. എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായാൽ ഈ വരുന്നതൊക്കെ വലിയ വില കൂടിയ പേരൻസിൻ്റെ മക്കളൊക്കെയാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ പെൻഷൻ വരെ കട്ടായി പോകുമെന്നുള്ളത് പറഞ്ഞത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്, മറ്റാരുമല്ല. ഇവിടെ കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം ഇരിക്കാം.
മുകളിലേക്ക്